ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ എക്സാമിനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലേ? അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് മനസ്സിലാക്കുമ്പോൾ നമുക്കത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര സമയം നമ്മൾ അതിന് കൂടുതലായിട്ട് കൊടുക്കണം, എത്ര കുറച്ച് സമയം കൊടുത്താൽ മതി, എത്ര ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഓരോ ചാപ്റ്ററും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നതിൻ്റെ വെയിറ്റേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാപ്റ്റേഴ്സിൻ്റെ കമ്പ്യൂട്ടർ സയൻസിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് ആണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര, അതുപോലെ തന്നെ നമ്മുടെ 7th ചാപ്റ്റർ ആയിട്ടുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഈ രണ്ട് ചാപ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, അതിൽ നിന്നും 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള അല്ലേ, നിങ്ങളുടെ ഉള്ള ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒരു 3 എണ്ണമാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു 6 മാർക്കാണ് പിന്നെ വരുന്നത്, 6 മാർക്ക്. അതേപോലെ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, പക്ഷേ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൽ നിന്നും ഒരുപാട് ഒരു 9 മാർക്കോളം ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ആ ഗ്രൂപ്പിൽ പെടുത്തേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളത്, അതായത് വലിയ അധികം മാർക്കിനില്ല, ഒരു 3, 4 ഒക്കെ മാർക്കിന് ചോദിക്കുന്നതാണ് നമ്മുടെ ഫങ്ഷൻസ് ഒക്കെ വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ അതിൽ നിന്ന് വെറും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് പിന്നെ ഒന്നും പഠിക്കാനില്ല അല്ലെ, ഒരു കുട്ടി ടോപ്പിക്കാണ്. അതും ഈ നമ്മുടെ ഈ ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിങ്ങും, ഈ 2 ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾ ഒരിക്കലും കളയരുത്. കാരണം ഒരു 2 പേജിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ആ നോട്ട് എഴുതി പഠിക്കാൻ പറ്റിയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് 5 മാർക്കും 3 മാർക്കും കിട്ടാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ സ്ട്രിംഗ് ഹാൻഡ്ലിങ്ങും. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിനൊക്കെ ഒരു ഐഡിയ കിട്ടില്ല. ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ നിന്ന് 3 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. അറേസിൽ അതേപോലെ തന്നെ ഒരുപാട് അൽഗോരിതംസും കാര്യങ്ങളൊക്കെ നമുക്ക് അറേസിൽ പഠിക്കാനുണ്ട്, പക്ഷെ അതിൽ നിന്ന് വെറും 4 മാർക്കിന് മാത്രമേ നമ്മളോട് ചോദിക്കാറുള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ്, ഇത്രയുമാണ് നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് മിസ്സിൻ്റെ കുട്ടികളെല്ലാവരും ഈ ഒരു വെയിറ്റേജ് ഒക്കെ നോക്കി പഠിക്കാനിരിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഇത്രയും മാർക്ക് ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് പറയാണ്. നമ്മുടെ മാരത്തോണുകളൊന്നും മിസ് ചെയ്യരുത്, എല്ലാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. ചാപ്റ്റർ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാ മാരത്തോണുകളും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കമ്പ്യൂട്ടർ സയൻസ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.